കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫിനെതിരെ ആരോപണങ്ങളുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. താൻ കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ തനിക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് മോൻസ് ജോസഫ് തടസ്സം നിന്നുവെന്ന് സജി ആരോപിച്ചു. മോൻസ് ജോസഫിനോട് 10 ചോദ്യങ്ങളും സജി മഞ്ഞക്കടമ്പൻ ഉന്നയിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് ഭാഗത്തെ കോട്ടയത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയാക്കി വളർത്തിയതും കോട്ടയം പാർലമെന്റ് സീറ്റ് കേരള കോൺഗ്രസിന് ലഭിച്ചതും തന്റെ പ്രയത്നം മൂലമാണെന്ന് സജി പറഞ്ഞു. കോട്ടയത്ത് DCC ഓഫീസിൽ ആദ്യ യോഗം ചേരുമ്പോൾ അവിടെ നിങ്ങളിപ്പോൾ DCC പ്രസിഡന്റ് ആയിരിക്കുന്ന നാട്ടക സുരേഷ്, ജോയി ഇബ്രാഹിം, മോൻസ് ജോസഫ്, ഞാൻ, KC ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇത്രയും പേര് ഇന്ന് ബിൽസൺ മാത്യൂസ് ഇരുന്ന് ഞങ്ങൾ യോഗം ചേരുമ്പോൾ അപ്പോൾ അദ്ദേഹം മോൻസ് ജോസഫ് പറഞ്ഞു നമുക്ക് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എടുക്കണം. ശ്രീ നാട്ടക സുരേഷ് പറഞ്ഞു ഞാൻ എന്താ തർക്കിക്കാൻ സംശയം, അതിന് വേറെ ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. കാലാകാലങ്ങൾ DCC പ്രസിഡന്റ് ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കൺവീനറും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുത്തു വായിൽ പറഞ്ഞ വാക്ക് അത് ആഗസ്റ്റ് സാറും നമ്മുടെ കുര്യൻ ജോയൊന്നും വള്ളിനിട്ടിട്ട് നടക്കുന്ന പിള്ളേരല്ലായിരുന്നു പറഞ്ഞു. അപ്പൊ നാട്ടക സുരേഷ് അവിടെ ഇരുന്ന് പറഞ്ഞു മോൻസേ നമ്മൾ പോയി വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ ഒന്നിച്ച് ഈ കോട്ടയത്തൂടെ ചായയും കുടിച്ച് തരാപ്പല നടന്നതാണ്. നിങ്ങൾ ഭാഗ്യത്തിന് MLA, ഞാൻ MLA ആയിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വള്ളിനിക്കറിൽ ഇട്ടേക്കുന്നത് നിങ്ങൾ വള്ളിനിട്ടിട്ടാണോ ഇട്ടിരിക്കുന്നത് പരിശോധിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേനും പതുക്കെ നാട്ടക സുരേഷിനെ കൈ പിടിച്ച് മാറ്റിക്കൊണ്ട് പോയി. സുരേഷ് ഉണവറിയാൻ നിൽക്കത്തില്ല, മാറ്റിക്കൊണ്ട് പോയി. സുരേഷോട് പറഞ്ഞു സുരേഷ് ഞാനും സുരേഷ് തമ്മിലുള്ള പ്രശ്നമല്ല, ഞങ്ങളുടെ പാട്ടിലെ ചില പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സുരേഷിനോടല്ല പ്രശ്നം. മോൻസ് ജോസഫ് ഇപ്പോഴും പഴയ KSCക്കാരന്റെ നിലയിൽ നിന്നും വളർന്നിട്ടില്ല. കോട്ടയത്ത് കോൺഗ്രസിൽ മക്കൾ രാഷ്ട്രീയമാണ്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി പൂർണ്ണമായും ജനാധിപത്യപരമാണ് പ്രവർത്തിക്കുന്നത്. NDA മുന്നണിയിൽ ഏക കേരള കോൺഗ്രസ് പാർട്ടിയായി പ്രവർത്തിക്കുമെന്നും സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു.